Okay, hi. നമ്മൾ അതേ ടോപ്പിക് കണ്ടിന്യൂ ആണ്. അതിനകത്ത് ഒന്ന് രണ്ട് ഇഞ്ചുറീസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഫ്രാക്ചേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് സ്റ്റോപ്പ് എനി ബ്ലീഡിങ്, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അറസ്റ്റ് ചെയ്യണം ആദ്യം. അപ്ലൈ പ്രഷർ ടു ദ വോണ്ട് വിത്ത് എ സ്റ്റെറൈൽ ബാൻഡേജ്, എന്ത് തരത്തിലുള്ള ബാൻഡേജ് ചെയ്തിട്ട് ക്ലീൻ ക്ലോത്തായിരിക്കണം, ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇമ്മൊബിലൈസ് ദ ഇഞ്ചേർഡ് ഏരിയ, ഏത് പാർട്ടാണ് ഇപ്പോൾ കയ്യോ കാലോ ഒക്കെയാണ് ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഭാഗം നമുക്ക് മൂവ്മെന്റ് വരാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കെയിൽ പോലെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും കൈ അവൈലബിൾ ആയിട്ടുള്ള സാധനം എടുത്തിട്ട് ആ ഭാഗം, ആ മുകളിലും താഴെയുള്ള ജോയിന്റ്സ് രണ്ടും മൂവ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സ്പ്ലിന്റ് ചെയ്യാം. അപ്ലൈ സ്പ്ലിന്റ് ദ ഏരിയ എബോവ് ആൻഡ് ബിലോ ദ ഫ്രാക്ചർ സൈറ്റ്. ഇപ്പോൾ കൈ കണ്ടുപിടിയാണ് ഒടിഞ്ഞിരുന്നെങ്കിൽ ഈ എൽബോയുടെ ഇതും റിസ്റ്റും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നീളത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് കിട്ടുക. അപ്പോൾ അത് മൂവ് ചെയ്യാത്ത രീതിയിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്ലൈ ഐസ് പാക്സ്. ഐസ് നേരത്തെ സ്പ്രെയിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓപ്പൺ വൂണ്ടില്ലെങ്കിൽ പെയിൻ റിലീഫിനും സ്വെല്ലിംഗ് കുറക്കാനായിട്ടും ഏതെങ്കിലും തുണിയിലോ മറ്റോ പൊതിഞ്ഞിട്ട് ഐസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദെൻ ഷോക്ക് പോലെയുള്ള ഏതെങ്കിലും തരത്തിൽ ബ്രീത്ത്ലെസ്നെസ്, തലചുറ്റി അങ്ങനെയുള്ള ഇതിന് അതിൻ്റെ ഒരു എന്താ പറയുക, ഷോക്കിനുള്ള റിലാക്സ് ചെയ്യാനുള്ള ഇതും കൂടെ കൊടുക്കണം. വളരെ കാലൊക്കെ നിവർത്തി വെച്ച് അയാളെ കിടത്തുക, അങ്ങനെയുള്ള പൊസിഷനിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അബ്രേഷൻസ്. അബ്രേഷൻസ് നമുക്കെല്ലാം കോമൺ ആയിട്ട് സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച, ഏതെങ്കിലും റഫ് സർഫസിൽ തട്ടിപ്പോവുക, ഇങ്ങനെ ഒരഞ്ഞ ആ ഫ്രിക്ഷൻ കാരണം തൊലി ഇങ്ങനെ റിമൂവ് ആയി പോകുന്ന തരത്തിലുള്ള ഇഞ്ചുറിയാണ്. Abrasions or road rashes are very common sports injuries and that are usually caused by a fall on hard surface. As the athlete falls or slides on the ground, friction causes layer of skin to be rubbed off. അതാണ് തൊലി പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത് കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് ഓഫ് അബ്രേഷൻസ് ആൻഡ് റോഡ് റാഷ് ഇൻക്ലൂഡിംഗ് ട്രീറ്റിംഗ് ദ ഏരിയ ബൈ ക്ലീനിങ് ദ wound with mild soap and water or a mild antiseptic wash like hydrogen peroxide and then covering the area with an antibiotic ointment and dry dressing. ഇത്രയാണ് അബ്രേഷന്റെ കേസിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ സോപ്പ് വാട്ടറോ ഏതെങ്കിലും തരത്തിലുള്ള ഹൈഡ്രോജൻ പെറോക്സൈഡോ അവൈലബിൾ ആണെങ്കിൽ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ളത് ചേർത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അതിൽ മണ്ണിന്റെ പാർട്ട് അങ്ങനെയുള്ള സാധനമൊക്കെ അതൊക്കെ ക്ലീനിങ് നടത്തി ഒഴിവാക്കിയെടുക്കുക. ദെൻ ഒരു ആന്റിബയോട്ടിക് ഓയിൻമെന്റ് പരട്ടിയ ശേഷം ആ ഭാഗം ഡ്രസ് ചെയ്തെടുക്കുക. ഇത്രയാണ് അബ്രേഷൻസ് നമുക്ക് ചെയ്യാനുള്ളത്. ദെൻ കംസ് ഷോക്ക്. ഷോക്ക് എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് വരാൻ ഏതെങ്കിലും ട്രോമ, ബ്ലഡ് ലോസ്, അലർജിക് റിയാക്ഷൻ, സിവിയർ ഇൻഫെക്ഷൻ, പോയ്സണിങ്, സിവിയർ ബേൺസ്, ഒരു ക്ലാഷ്, കൂട്ടിയിടിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് ഷോക്ക് വരാം. ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്കിലാണോ ആള് ഷോക്ക്ഡ് ആണോ അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കാനായിട്ട് കുറച്ച് ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അയാൾക്ക് ആവശ്യത്തിന് ഓക്സിജന്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആക്കുക, അതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളതൊക്കെയാണ്. അത് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ മാറ്റുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഷോക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്ത് കോസിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഷോക്ക് ഇലക്ട്രിക് ഷോക്ക് അല്ല കേട്ടോ ഈ ഷോക്ക്. ഇത് ശരീരത്തിൽ സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു പോയിട്ട് ഓക്സിജനൊന്നും കിട്ടാത്ത ആവുന്ന ഒരു അവസ്ഥയാണ്. കൂൾ കാമി സ്കിന്ന് ഒരുമാതിരി എന്താ പറയുക, ആ സ്കിന്നിന്റെ ഒരു വലിയൊരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പെയിൽ ആയിട്ട് മാറും, ചിലപ്പോൾ ഒരു നീല കളറിലേക്കൊക്കെ പോകുന്ന മാതിരിയായിട്ട് നമുക്ക് കാണാം. അതുപോലെ റാപ്പിഡ് പൾസ് ഭയങ്കര ഹൈ ആയിട്ട് വരും. റാപ്പിഡ് ബ്രീത്തിങ് ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടും. വോമിറ്റിംഗ് ടെൻഡൻസി കാണിക്കും. എൻലാർജ്ഡ് പ്യൂപ്പിൾ, നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ആ ഇത് ഹോളൊക്കെ വളരെ വലുതാകുന്നതായിട്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട്. വീക്ക്നെസ്, ഫറ്റീഗ്, ക്ഷീണം, അതുപോലെ നടക്കാൻ എണീക്കാനൊന്നും പറ്റാത്ത അവസ്ഥ, ഫെയിന്റിങ്, ഡിസ്നസ്, തലചുറ്റല് തുടങ്ങിയ സാധനങ്ങൾ. ചേഞ്ച് ഇൻ മെന്റൽ സ്റ്റാറ്റസ്, ബിഹേവിയർ, എന്തെങ്കിലുമൊക്കെ പിച്ചും പെയ്യും പറയുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കെയറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ലോക്കൽ നമ്പറിൽ വിളിക്കുക, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ. ലേ ദ പേഴ്സൺ ഡൗൺ ആൻഡ് എലിവേറ്റ് ദ ലെഗ്സ് ആൻഡ് ഫീറ്റ് സ്ലൈറ്റ്ലി അൺലെസ് യു തിങ്ക് ദിസ് മേ കോസ് പെയിൻ ഫോർ ഫർദർ. ഏതെങ്കിലും സ്പൈനൽ ഇഞ്ചറി ഒന്നും ഇല്ലാത്ത, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്താണെങ്കിൽ വളരെ കാമായിട്ട് കിടത്തിന് ശേഷം കാലുകളൊക്കെ നീട്ടിവെക്കുക. കീപ് ദ പേഴ്സൺ സ്റ്റിൽ ആൻഡ് ഡോണ്ട് മൂവ് ഹിം ഓർ ഹർ അൺലെസ് നെസസറി. അത്യാവശ്യം ഇല്ലെങ്കിൽ അയാളെ മൂവ് ചെയ്യാനും പിടിക്കാനൊന്നും വിടരുത്. CPR കൊടുക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക്
ഹാർട്ട് ബീറ്റ് ഇല്ല, ബ്രീത്തിങ് കുറഞ്ഞു എന്ന് തോന്നുമ്പോഴൊക്കെയാണ് നമ്മൾ പിന്നെ CPR കൊടുക്കേണ്ടത്. ബിഗിൻ CPR ഇഫ് ദ പേഴ്സൺ ഷോസ് നോ സൈൻ ഓഫ് ലൈഫ്. അതായത് ഏതാണ്ട് സിങ്കിങ് സ്റ്റേജ് ആണ്, മീൻസ് ശ്വാസം എടുക്കുന്നില്ല, സർക്കുലേഷൻ പൾസും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. CPR എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണാം. അതുകൂടാതെ അതിന്റെ ഡീറ്റെയിൽസ് പിന്നാലെ വരുന്നുണ്ട്. ലൂസ് ആൻഡ് ടൈറ്റ് ക്ലോത്തിങ്, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ലൂസാക്കി കൊടുക്കുക. ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ്. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനൊന്നും പാടില്ല. ഇഫ് ദ പേഴ്സൺ വോമിറ്റ്സ് ഓർ ബിഗിൻസ് ബ്ലീഡിംഗ് ഫ്രം ദ മൗത്ത്, ടേണിംഗ് him or her into a side to prevent choking unless you suspect a spinal injury. സ്പൈനൽ ഇഞ്ചുറി ഒന്നും ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീഴ്ചയൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ആരാത്ത കേസിൽ ആളെ ചിരിച്ച് കിടത്തുക. വായിൽ നിന്ന് ബ്ലീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചോക്കിങ്ങിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി എയർ വേ ഓപ്പൺ ആക്കി വെക്കുക. എപ്പോഴും താടി ഭാഗം മുകളിലേക്ക് പൊക്കി വെക്കുക, എന്നിട്ട് ചിരിച്ച് കിടത്തുക. ഇതൊക്കെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. Then comes CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അതിന്റെയാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതൊന്ന് വിശദമായിട്ട് കാണുക. പർപ്പസ് എന്ന് പറയുന്നത്, ഇതിന്റെ പർപ്പസ്, CPRന്റെ പർപ്പസ് ടു ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓക്സിജൻ ടു എ വിക്ടിം ഹു ഈസ് നോട്ട് ബ്രീത്തിങ് ആൻഡ് ഹാസ് നോ ഹാർട്ട് ബീറ്റ്. ഇത് ഓർത്തിരിക്കുക. ഈ രണ്ട് കണ്ടീഷനിലുള്ള ആളുകൾക്കാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഏതൊരു ഫിലിമിൽ കണ്ടത് ഓർക്കുന്നു. ഒരാൾ സംശയിച്ചിട്ടൊരു പട്ടാളക്കാരൻ അയാളുടെ മേലിൽ കയറിയിരുന്നിട്ട് CPR കൊടുത്തൊരു സീൻ വളരെ ഭംഗിയായിട്ട് രസിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ CPR കൊടുക്കേണ്ടത് എപ്പോഴും അത് ഓർത്തിരിക്കണം. ബ്ലഡ് സപ്ലൈ, അതായത് ഹാർട്ട് ബീറ്റും അതുപോലെ ബ്രീത്തിങ്ങും നിന്നുപോയിട്ടുള്ള ആൾക്കാണ് CPR നമ്മൾ കൊടുക്കേണ്ടത്. ഹൗ ഇറ്റ് വർക്ക്സ്: യൂസസ് റെസ്ക്യൂ ബ്രീത്തിങ് ടു സപ്ലൈ ഓക്സിജൻ ആൻഡ് ഹെർട്ട് കംപ്രഷൻസ് ടു ഫോഴ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ബോഡി. ഹാർട്ടും ലങ്സും വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കംപ്രഷൻസിൽ കൂടെ നമ്മൾ ബ്ലഡ് ഫോഴ്സ്ഫുള്ളി ബോഡിയിലേക്ക് എത്തിക്കാനും അതുവഴി ഓക്സിജൻ എത്തിക്കാനുമാണ് CPRന്റെ കൊണ്ട് ശ്രമിക്കുന്നത്. പ്രധാനമായിട്ട് CPRന് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. വൺ ഇസ് പൊസിഷനിങ്. നമ്മൾ എങ്ങനെ ഏത് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇത് കൊടുക്കേണ്ടത്, നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ദെൻ കംപ്രഷൻ ആൻഡ് ബ്രീത്തിങ് ടെക്നിക്. ഇതിൽ എന്താണ്, ഹാൻഡ്സ് ഓൺലി CPR ഉണ്ട്, കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള. നമ്മളവിടെ എന്താ പറയുക, ബ്ലോയിങ് അല്ലെങ്കിൽ എയർ ബ്രീത്തിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഇത് മാത്രം ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ബോത്ത് എന്താണ് മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ മൗത്ത് ടു നോസ് CPRും പ്ലസ് കംപ്രഷൻസും ആണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. അത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. സോ ഈച്ച് മസ്റ്റ് ബി പെർഫോംഡ് എഫക്റ്റീവ്ലി ഫോർ CPR അറ്റ് വർക്ക്. ഇൻ അഡീഷൻ യു മസ്റ്റ് നോ ഹൗ ടു സൈക്കിൾ സ്കിൽസ് കറക്റ്റ്ലി. ഇതൊരു സൈക്കിളായിട്ട് ചെയ്യേണ്ടതാണ്. ഇത്ര കംപ്രഷൻ, അത് കഴിഞ്ഞ് ഇത്ര ബ്ലോയിങ്, അത് കഴിഞ്ഞ് വീണ്ടും കംപ്രഷൻ, അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. ഇത് ഏതാണ്ട് ഒരു പൊസിഷന്റെ പിക്ചറാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇയാളുടെ കംഫർട്ടബിളായിട്ട് മലത്തിക്കിടത്തുക. നമ്മൾ മുട്ടുകുത്തി ഈ രീതിയിൽ പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ പാമിന്റെ കൈയുടെ എന്താ പറയുക പാഡ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് 2 കൈ എൽബോ സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് ആണ് കംപ്രസ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ പൊസിഷൻ നോക്കുക. പൊസിഷൻ അത്രയും ഫേസ് അപ്പോൺ എ ഹാർഡ് സർഫസ്. ഉറപ്പുള്ള എവിടെയെങ്കിലും മുകളിലേക്ക് മലർത്തി നമ്മൾ കിടത്തുക. നീൽ നെക്സ്റ്റ് ടു ദ അത്ലീറ്റ് സൈഡ്. അയാളുടെ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് നമ്മൾ മുട്ടുകുത്തിയിരിക്കുക. പ്ലേസ് ദ ഹീൽ ഓഫ് യുവർ ഹാൻഡ് ഡയറക്ഷൻ ഓവർ ദ അത്ലീറ്റ് ചെസ്റ്റ് ബോൺ. അത് നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് എവിടെയാണ് അങ്ങനെ വെക്കുന്നതെന്നും. യുവർ ഫിംഗർ ഷുഡ് ബി പോയിന്റിംഗ് അക്രോസ് ദ ചെസ്റ്റ് ആൻഡ് അവേ ഫ്രം യുവർ ബോഡി. അവേ ഫ്രം യുവർ ബോഡി. അപ്പം ഈ രീതിയിലാണ് അത് പറയുന്നത്. ചെസ്റ്റ് ബോണിന് മുകളിലായിട്ട് വെക്കണം. സ്ട്രൈറ്റൻ യുവർ ഫിംഗേഴ്സ് ആൻഡ് ദേ ആർ ഇന്റർലോക്ഡ് ഓഫ് ബോത്ത് ഹാൻഡ്സ് ടുഗദർ. ഈ രീതിയിലാണ് ഇത് വരിക. ഇത് വെച്ചിട്ട് നമ്മൾ ഇടത് കൈ വെച്ചു, അതിന് മേലെ വെച്ചു, എന്നിട്ട് ആ പ്രസ് 2 ബോഡിയുടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രസ് ചെയ്യാനായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലോ ഓൺലി ദ ഹീൽ ഓഫ് യുവർ ഹാൻഡ് ടു ടച്ച് ദ അത്ലീറ്റ്സ് ചെസ്റ്റ് ബോൺ. ഹീൽ പാർട്ട് മാത്രം, ഈ ഭാഗം മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. സ്ട്രൈറ്റ് ഓൺ എൽബോസ് സ്ട്രൈറ്റ് ആയിരിക്കണം. കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കംപ്രസർ ആൻഡ് ബ്രീത്തിങ്. ഇതിൽ ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. പുട്ട് സ്ട്രൈറ്റ് ഡൗൺ വിത്ത് ദ ഹീൽ ഓഫ് യുവർ ഹാൻഡ്സ്. ഫോർ അഡൾട്ട്സ് കംപ്രഷൻ കംപ്രസ് ദ ചെസ്റ്റ് 1.5 to 2 inches. അഡൾട്ട്സിന് ഏതാണ്ട് 1.5 മുതൽ 2 ഇഞ്ച് വരെ നമുക്ക് ഇങ്ങനെ ചെസ്റ്റിനെ കംപ്രസ് ചെയ്യാം. ഫോർ ചിൽഡ്രൻ 8 years ആൻഡ് യങ്ങർ കംപ്രസ് ദ ചെസ്റ്റ് 1 to. കുറച്ചും കൂടെ ഫോഴ്സ് കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ റിബ്സ് ഒക്കെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ ഈ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ. ഇൻ അഡൽട്ട് ഡെലിവർ 15 കംപ്രഷൻ ഇൻ എ റോ. 15 പ്രാവശ്യം നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നു. യൂസിങ് സീക്വൻസ് 1001, 1002, 1003 and 1004 up to 1050. അതായത് 1001 എന്ന് നമ്മൾ എണ്ണുമ്പോൾ 1, അടുത്തത് 1002, ആ രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പൗസ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്.
After 15 compression, go back to head, open the airway. അപ്പോൾ എയർവേ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. തൊണ്ടയുടെ ആ ഭാഗം താടി പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ഓഫ് ദ നോസ്, സീൽ യുവർ മൗത്ത് ഓവർ ദ അറ്റ്ലീസ്റ്റ് മൗത്ത് ആൻഡ് ബ്ലോ ഇൻ 2 ബ്രീത്തേഴ്സ്. 2 പ്രാവശ്യം നമ്മൾ ബ്ലോ ചെയ്ത് കൊടുക്കുന്നു. മൗത്ത് ടു മൗത്തിന്റെ കേസിൽ, അല്ലെങ്കിൽ മൗത്ത് ടു നോസും ചെയ്യാം. ദെൻ ഇതൊരു സൈക്കിൾ ആയിട്ടാണ് ചെയ്യുന്നത്. റീപൊസിഷൻ ഹാൻഡ് ഫോർ CPR ആൻഡ് പെർഫോം 15 ചെസ്റ്റ് കംപ്രഷൻ അഗെയിൻ. 2 ബ്ലോ കൊടുത്തതിന് ശേഷം, ഐ മീൻ നമ്മൾ മൗത്ത് ടു മൗത്ത് ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും 15 കംപ്രഷൻ. ഡു 4 cycles of 15 compressions and 2 breaths. Then check the sign of circulation. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സർക്കുലേഷൻ ഉണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, CPR റീസ്റ്റാർട്ട് ചെയ്യുക. 15 കംപ്രഷൻ, 2 ബ്ലോസ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിൽ കുട്ടികളുടെ ചെയ്യുന്ന സമയത്ത് 5 കംപ്രഷനും 1 ബ്രീത്തും ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അഡൽട്സ് ആണെങ്കിൽ 15 കംപ്രഷൻസ് ആൻഡ് 2 ബ്രീത്ത്. സോ ദാറ്റ്സ് ഓവർ. ആ വീഡിയോയും കൂടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കാണുക. അതുപോലെ ABC ഇൻ ഫസ്റ്റ് എയ്ഡ്, 3 കാര്യങ്ങൾ ABC ഫസ്റ്റ് എയ്ഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ABC ഇൻ ഫസ്റ്റ് എയ്ഡ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് തിങ്സ് ദാറ്റ് ഫസ്റ്റ് എയ്ഡ് മസ്റ്റ് ചെക്ക് വെൻ ഡീലിംഗ് വിത്ത് എ പേഷ്യന്റ്, ഇൻക്ലൂഡിംഗ് എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഇതിൽ A സ്റ്റാൻഡ്സ് ഫോർ എയർവേ, B ഫോർ ബ്രീത്തിങ് ആൻഡ് C ഫോർ സർക്കുലേഷൻ. എയർവേസ്, എയർവേ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ട്രക്കിയ ഇതിലൂടെ മൗത്ത് ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ഈ രീതിയിൽ ചിൻ ടഗിൻ ഇങ്ങനെ ആയിരുന്നാൽ എയർവേ ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. മാക്കൊക്കെ ചിലപ്പോൾ മുകളിലോട്ടൊക്കെ വലിഞ്ഞ് ബ്ലോക്ക് ആയിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ രീതിയിൽ എയർവേ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത്. An airway allows oxygen into the body. If a person is unconscious, it is more likely than an airway is blocked. അപ്പൊ ഇങ്ങനെയൊക്കെ ബോധക്കെട്ടൊക്കെ കിടക്കുന്ന ആളുകൾ ഇത് എയർവേ ബ്ലോക്കഡ് ആയിരിക്കും ചിലപ്പം. അപ്പൊ അത് നമ്മൾ താടി മുകളിലേക്ക് ആക്കി കൊടുക്കുന്നു, കിടത്തിയിട്ട് ആക്കി കൊടുക്കുന്നതോടുകൂടി ആ എയർവേ ത്രോട്ടിന്റെ ഭാഗമൊക്കെ ഓപ്പൺ ആയിക്കോളും. CPR ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്, ചെക്ക് ചെയ്യേണ്ടതാണ് ഈ 3 കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, നാക്ക് ഇവിടെ വന്ന് ബ്ലോക്ക് ആവാം, ബോധം പോയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ആയി താടി പിന്നെ ഈ ഭാഗത്തേക്ക് ആയി കഴിയുമ്പോൾ എയർവേ ഓപ്പൺ ആയിക്കോളും. ദെൻ ABCയിലെ B, ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. വെൻ അറൈവിംഗ് അറ്റ് an incident, you need to check if someone is breathing. You can look for visual signs like chest moving up and down. ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുണ്ടോ നോക്കുക. അതില്ലാന്ന് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ചെക്ക് യുവർ ഫിസിക്കൽ സൈൻസ് ബൈ പ്ലേസിംഗ് യുവർ ഹാൻഡ്സ് നിയർ ദ നോസ്. മൂക്കിന്റെ അടുത്ത് വിരൽ വെച്ച് നോക്കിയിട്ട് ശ്വാസം കഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. If a person is breathing abnormally or at all, then prepare the resuscitation and calmly move into checking for circulation and then go to CPR. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ സാധാരണ ബ്രീത്തിങ് ചെക്ക് ചെയ്യുക. അതുപോലെ സർക്കുലേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെക്ക് ഫോർ സൈൻ ഓഫ് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ. അത് നമുക്ക് ഇവിടെ ഒരു കരോട്ടിഡ് ആർട്ടറി നെക്കിന്റെ സൈഡിൽ ഇവിടെ വെച്ചാൽ നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് നോക്കാം. ഇതൊക്കെ നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനു മുമ്പേ വിൻ പൈപ്പ് ഓപ്പൺ ആക്കുക, പ്ലേസ് 2 ഫിംഗേഴ്സ് ഇവിടെ വെച്ച് നോക്കാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അയാളുടെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആംബുലൻസ് വിളിക്കുക. ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആംബുലൻസ് വരുന്നത് വരെ നിങ്ങൾ CPR അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്കുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ABC എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദാറ്റ് പാർട്ട്. ആ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കിപ്പോയത് എന്താണ് ഫസ്റ്റ് എയ്ഡ്, വാട്ട് ആർ ദ ഡെഫിനിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, ഡേഞ്ചർ റെസ്പോൺസ്, അതുപോലെ പ്രിൻസിപ്പിൾസിൽ പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഫർദർ ഹാം, പ്രൊമോട്ട് റിക്കവറി, ഇതൊക്കെ നമ്മൾ നോക്കി. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ക്വാളിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ദെൻ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ഇഞ്ചുറീസ്, സ്പ്രെയിൻ നമ്മൾ പറഞ്ഞു, റൈസ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മസിൽ ക്രാംസ്, അപ്പോൾ അതിന്റെ എന്താണ് ചെയ്യേണ്ടത്, റീസൺ പറഞ്ഞു, അത് നോക്കാം. ദെൻ അതിന്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഫ്രാക്ചേഴ്സ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ക്ലോസർ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ട് 2 തരം ഫ്രാക്ചേഴ്സ് ഉണ്ട്. എന്താ പറയുക, ഗ്രീൻ സ്റ്റിക്ക്, ഇമ്പാക്റ്റഡ് ഫ്രാക്ചേഴ്സ്, സ്ട്രെച്ച് ഫ്രാക്ചേഴ്സ് തുടങ്ങിയതൊക്കെ ക്ലോസർ ഫ്രാക്ചേഴ്സിൽ പെട്ടതാണ്. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നതിന് എപ്പോഴും സ്കിന്ന് കട്ടായിട്ടുണ്ടാവും. അതിൽ മൾട്ടിപ്പിൾ കമ്പിനേറ്റഡ് സ്പൈറൽ ഫ്രാക്ചേഴ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. അതിന്റെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറഞ്ഞു, സ്പ്ലിന്റ് ചെയ്യുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതുപോലെ അബ്രേഷൻ എന്താണെന്ന് പറഞ്ഞു, ഷോക്ക്,
സോ ദാറ്റ് പാർട്ട് ഇസ് ഓൾമോസ്റ്റ് ഓർ CPR ആ വീഡിയോയും കൂടി നന്നായിട്ടൊന്ന്